ഹായ് എവരി വൺ, മിഘ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു നീണ്ട ഇടവേള കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ച് വീഡിയോസുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കാണുന്ന ഒരു പ്രശ്നമാണ് ഈ നേന്ത്രപ്പഴം വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നിച്ചങ്ങ് കറുത്ത് പോകാന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ചൂടുകാലമായ സമയത്ത്, ഇപ്പോഴല്ല, ചൂടുകാലത്ത് ഒന്നിച്ചങ്ങോട്ട് തൊലി കറുത്ത് പോകും. തൊലി കറുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ എല്ലാവർക്കും ഒരു പ്രയാസമാണ്. നേന്ത്രപ്പഴം കുട്ടികൾക്ക് വളരെ നല്ലതാണ്, ഇമ്മ്യൂണിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് ഹെൽത്തിന് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്കിലി ഞാനൊരു 3-4 ദിവസമൊക്കെ നേന്ത്രപ്പഴം കൊടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വാങ്ങി വെക്കുമ്പോൾ ഈ തൊലി കറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് ആർക്കും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പല രൂപങ്ങളാക്കി കൊടുത്താൽ നേന്ത്രപ്പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും വേറെ റെസിപ്പീസൊക്കെ ആക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ അതിലൊന്നാണ് ഈ പഴം വരട്ടിയത്. ഇന്ന് അതാണ് ചെയ്യുന്നത്. ഇതൊരു പുതിയ റെസിപ്പിയൊന്നുമല്ല, ചെയ്യുന്നവർ ധാരാളം ഉണ്ട്. നമ്മൾ ചെയ്ത് നോക്കിയത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് വീഡിയോ ആക്കുന്നതെന്ന് മാത്രം. അപ്പോൾ പഴം എല്ലാം എടുത്ത് ഇങ്ങനെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്, കട്ടകളൊന്നും ഇല്ലാതെ തന്നെ. ഇത്രയും അരച്ചിട്ട് തന്നെ അതിൽ ചെറിയ ചെറിയ പീസസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളൊരു പാനിൽ വെച്ചിട്ട്, നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ സുഖമായിട്ട് നമുക്കത് വരട്ടിയെടുക്കാൻ പറ്റും. എന്നിട്ട് നന്നായി ചൂടാക്കി എടുക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പോ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും മൂപ്പിച്ചെടുത്തതിന് ശേഷം ആ നെയ്യിലേക്ക് ഈ പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് വരട്ടിയെടുക്കാം. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പാനിലേക്ക് ഡയറക്റ്റ് ആ പഴം അരച്ചത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നെയ്യ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അപ്പോൾ അത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അധികം അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എന്ന് വെച്ചാൽ ഒരുപാട് സമയം ഇങ്ങനെ ഇളക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരുവിധം അത് പഴം വന്നു എന്ന് തോന്നിയപ്പോഴത്തേക്കും ഞാൻ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ശർക്കര പാനി, ഒരു നൂൽ പാനിയൊന്നും ആക്കിയിട്ടില്ല. വെറുതെ ഒന്ന് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ള വെള്ളം, അത് അങ്ങനെ തന്നെ പറയാം, അതാണ് കേട്ടോ. അതൊന്ന് വലിഞ്ഞു വന്നപ്പോഴേക്കും നാളികേരപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാളികേരപ്പാൽ ഇല്ലാതെ തന്നെ നമുക്ക് ഈ പഴവും ശർക്കരപ്പാനിയും മാത്രമാക്കിയിട്ട് ഏലക്കാപ്പൊടിയും കൂടി വിതറി നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. പക്ഷേ നാളികേരപ്പാൽ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പക്ഷേ അധിക ദിവസം ഇരിക്കില്ല, ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടൊക്കെ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ അത് നന്നായിട്ട് ഇങ്ങനെ പാനിൽ വിട്ട് പോരുന്ന പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. ഒറ്റ ചുറ്റിലിങ്ങനെ വിട്ടു പോരും. ആ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് നെയ്യ് തടവിയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബൗളിലൊക്കെ ആക്കിയിട്ട് നമുക്ക് സ്പൂണ് വെച്ചൊക്കെ ചക്ക വരട്ടതില്ലേ, അതുപോലെയൊക്കെ എടുക്കാം. ഇതിവിടെ നല്ല പോളിങ്ങുള്ളൊരു സാധനമായിരുന്നു. നേന്ത്രപ്പഴം പോകുന്നതിനേക്കാട്ടിലും നല്ല പോളിങ്ങായിട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് കഴിച്ചു. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്